ഹലോ മലയാളിഗേഴ്സ്, നമ്മളൊരു പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. ചായക്കടകൾ മുതൽ സോഷ്യൽ മീഡിയ വരെ രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന പ്രതിനിധികൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ നിയമസഭ പ്രവർത്തിക്കുന്നത്? ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് ലളിതമായി നമുക്കൊന്ന് നോക്കാം. എന്താണ് നിയമസഭ? നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ വിഭാഗമാണ് നിയമസഭ. കേരളത്തിൽ നമുക്ക് 140 മണ്ഡലങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിൽ നിന്നും നമ്മൾ വോട്ട് ചെയ്ത് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അവരെയാണ് നമ്മൾ MLA അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ളവയിൽ മാറ്റം വരുത്തുക, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നിവയാണ് നിയമസഭയുടെ പ്രധാന ചുമതലകൾ. തിരഞ്ഞെടുപ്പ് പ്രക്രിയ 5 വർഷത്തിൽ ഒരിക്കലാണ് സാധാരണയായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓരോ പൗരനും തന്റെ പ്രതിനിധിയെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതിനായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നീളുന്ന സുതാര്യമായ ഒരു പ്രക്രിയയാണിത്. വോട്ട് എന്നത് കേവലം ഒരു അവകാശമല്ല, അത് നമ്മുടെ നാടിന്റെ ഭാവി തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. സർക്കാർ രൂപീകരണം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുമ്പോൾ സഭയിൽ ഭൂരിപക്ഷമുള്ള, അതായത് 140 സീറ്റുകളിൽ 71-ൽ കൂടുതൽ പിന്തുണയുള്ള കക്ഷിയോ മുന്നണിയോ സർക്കാർ രൂപീകരിക്കുന്നു. ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ നേതാവിനെ ആലോചിച്ച് മുഖ്യമന്ത്രിയാക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് മന്ത്രിമാരെയും നിശ്ചയിക്കുന്നു. ഭൂരിപക്ഷമില്ലാത്ത കക്ഷികൾ സഭയിൽ പ്രതിപക്ഷമായിരിക്കുന്നു. ഭരണപക്ഷത്തെ തിരുത്താനും ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാനും പ്രതിപക്ഷത്തിന് വലിയ പങ്കാണുള്ളത്. നിയമങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? എങ്ങനെയാണ് ഒരു നിയമം വരുന്നത് എന്ന് നോക്കാം. ഇതിനെ ബില്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു മന്ത്രിയോ അംഗമോ സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. അതിന്മേൽ വിശദമായ ചർച്ചകളും നടക്കും. വോട്ടെടുപ്പിലൂടെ സഭ അത് അംഗീകരിച്ചാൽ ആ ബില്ല് ഗവർണറുടെ ഒപ്പിനായി അയക്കും. ഗവർണർ ഒപ്പിടുന്നതോടെ അത് നിയമമായി മാറുന്നു. ബജറ്റ് അവതരിപ്പിക്കുന്നതും ജനങ്ങളുടെ നികുതി പണം എങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ സഭയിലാണ്. ഇതിലെന്താണ് നമ്മുടെ പങ്ക്? ജനാധിപത്യം എന്നാൽ വെറും വോട്ട് ചെയ്യൽ മാത്രമല്ല. നമ്മുടെ പ്രതിനിധികൾ സഭയിൽ എന്ത് സംസാരിക്കുന്നു എന്നും അവർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും നിരീക്ഷിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. നിയമസഭാ നടപടികൾ നേരിട്ട് കാണാനുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. സജീവമായ ഒരു ജനതയുണ്ടെങ്കിലേ ജനാധിപത്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കുകയുമുള്ളൂ. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കൃത്യമായി വോട്ട് ചെയ്യുക, വിവേകത്തോടെ ചിന്തിക്കുക. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.